ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയിച്ചത്. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കേട്ടിട്ട് അത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ ചാനലിൽ കുറച്ച് വീഡിയോ കുറവുണ്ടായിരുന്നു. അപ്പം വീണ്ടും ഞാനത് റീസ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് പിന്നെ പ്രോഗ്രാമിംഗ് ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം പിന്നെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് പേര് വിളിച്ചിരുന്നു, നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ വേറൊരു സെഷനായിട്ട് കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതായത് പിന്നെ ഒരു ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട്. ഓക്കെ, ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ ടോപ്പിക് വൈസ് നമുക്കിത് ചെയ്യാം. എല്ലാം എഞ്ചിനീയറിംഗ് പിന്നെ സിലബസ് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം എഞ്ചിനീയറിംഗിന്റെയും ഡിഗ്രി ഉണ്ടല്ലോ, BCA അങ്ങനെ അവരുടെയൊക്കെ പിന്നെ ഇത് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സ് എന്നുള്ളത് പറയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് പിന്നെ ഒരു സെഷൻ അറേഞ്ച് ചെയ്ത് അതിന്റെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. കാരണം ചില ആൾക്കാർക്കൊക്കെ ഫുൾ ക്ലാസ് ആയിട്ട് വേണമെന്നില്ല. അപ്പൊ അല്ലാതെ തന്നെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ എന്നാലും അതിനകത്ത് കുറെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ഇതിലെ ക്ലാസ് അല്ലാതെ ഡൗട്ട് ക്ലിയറൻസിനായിട്ട് ചോദിക്കുന്നതിലെ ഡൗട്ട് ക്ലിയറൻസ് മാത്രമേ വരാവൂ. കാരണം നമുക്കിപ്പോ 1 മണിക്കൂർ എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഫുൾ ക്ലാസ് ആയിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പൊ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാട്സപ്പ് തരുന്നതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഡൗട്ട്സ്, അതായത് 1 മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് പിന്നെ അതനുസരിച്ചിട്ട് നിങ്ങൾ പിന്നെ എന്തൊക്കെയാണ് ഡൗട്ട്സ് എന്നുള്ളത് ഇതിൽ നോട്ട് ചെയ്തിടുക. അങ്ങനെ നോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം നോക്കിയിട്ട് നമുക്ക് ആ ടൈം ഫിക്സ് ചെയ്യാം. ഓക്കെ, അതിന് ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്, വളരെ ചെറിയ ഫീസാണ് വരുന്നത്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട്സ്, അതായത് ഇപ്പം ഒരുപാട് പേരുണ്ട് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും പ്രോഗ്രാമിംഗ് എന്താണെന്ന് പോലും അറിയാതെ പോയി എക്സാം എഴുതി പാസ്സായി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ പഴയ ബാച്ച്, പഴയ ഞങ്ങളുടെ കാലത്തുള്ള ബാച്ച് പോലെയല്ല. ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ക്ലിയർ ചെയ്താ പോകുന്നത്. ഇപ്പൊ ഞാൻ കണ്ടത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പ്രോജക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ക്യാപ്സ്യൂൾ ആയിട്ട് ആ പ്രോജക്റ്റിന് വേണ്ടി എന്ത് വേണോ അത് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നതാണ് കണ്ടത്. പക്ഷെ ഞാനൊക്കെ ചെയ്തിരുന്ന അങ്ങനല്ല. ഞാനിപ്പോ പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ പ്രോജക്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും നമ്മൾ എഞ്ചിനീയറിംഗിന് ഉള്ള ടോപ്പിക് അല്ലാതെ, അതായത് എഞ്ചിനീയറിംഗിന് കുറെ പിന്നെ ലാംഗ്വേജസ് വരുന്നുണ്ടല്ലോ. ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്, പിന്നെ എന്താണ് പൈത്തൺ ഉണ്ട്, അങ്ങനെ കുറെ ക്ലാസ്സുകൾ വരുന്നു, പ്രോഗ്രാമിംഗ് സെഷൻസ് വരുന്നുണ്ട്. അതല്ലാതെ അന്ന് പൈത്തൺ ഇല്ലായിരുന്നു. അപ്പൊ അതല്ലാതെ ഒരു .NET എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൂടെ പഠിപ്പിച്ചിട്ട് .NETൽ C# ലാംഗ്വേജ് അല്ലെങ്കിൽ VB ലാംഗ്വേജോ വെച്ചിട്ട് നമ്മൾ അത് ഫുൾ പഠിപ്പിക്കുകയോ ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ C# എന്ന് പറഞ്ഞാൽ C# ഫുള്ളായിട്ട് പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പം പലയിടത്തും ഞാൻ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവര് പ്രോജക്റ്റ് ബേസ് ചെയ്തിട്ട് ആ പ്രോജക്റ്റിന് എന്തൊക്കെയാണോ ആവശ്യം അത് മാത്രം പഠിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ .NETൽ പ്രോജക്റ്റ് ചെയ്ത പലർക്കും എന്താണ് .NET എന്ന് അറിയാതെ പ്രോജക്റ്റ് ചെയ്തിട്ട് വെളിയിൽ പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ളവർക്കായാലും പിന്നെ അതല്ല നമ്മളെ എഞ്ചിനീയറിങ്ങോ ഡിഗ്രിയോ പഠിക്കുന്ന കുട്ടികളായാലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ ഡൗട്ട്സ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നിരിക്കുന്ന വാട്സപ്പിൽ ആദ്യം കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡൗട്ട്സ് എന്നുള്ളത് അതിൽ മെസ്സേജ് ആയിട്ട് ഇടുക. അപ്പൊ അത് നമുക്ക് അതനുസരിച്ചിട്ട് നമുക്കൊരു ക്ലാസ് സെഷൻ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എടുത്തൊരു കാര്യം ഞാൻ പറയാം. പ്രോഗ്രാമിംഗ് സെഷൻസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് C++, ജാവ, പിന്നെ അതുപോലെ പൈത്തൺ, ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഉള്ള ഡൗട്ട്സ് വേണം ചോദിക്കാൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് ഫുൾ ടോപ്പിക് ആവരുത്, ഡൗട്ട്സ് ക്ലിയറൻസിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളവരൊക്കെ അതിലോട്ട് മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്താന്നുള്ളത് ഞാനത് വാട്സപ്പിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.